ബിഗ് ബോസ് സീസൺ 7ന്റെ അകത്ത് നടക്കുന്നത് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. ഇപ്പോഴിതാ കാവലാൾ എന്ന് പറയുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി അവർക്ക് കൊടുത്തു. ഇതിന്റെ അകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മിഡ് വീക്ക് എവിഷന് വേണ്ടി സെലക്ട് ചെയ്ത 6 പേരുണ്ടല്ലോ. ഈ 6 പേരിൽ നമ്മുടെ ഈ പറയുന്ന ചേച്ചി ഉണ്ട് കേട്ടോ, രേണു. മിഡ് വീക്ക് എവിഷനിലുള്ള ആ മത്സരാർത്ഥികളെ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല. അതായത് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? മിഡ് വീക്ക് എവിഷനാണ്, ടാസ്കുകൾ തോക്കുകയാണെങ്കിൽ ഇവരെ ടാസ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ പുറത്ത് കളയുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ബിഗ് ബോസ് ഒന്ന് കളം മാറ്റി ചവിട്ടി. എന്തായാലും ബിഗ് ബോസിന് മനസ്സിലായി ചിലപ്പം രേണു സുന ചിലപ്പോ എന്ത് ചെയ്യാനാ, ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ വെച്ച് ആ ടാസ്ക് അവസാനിപ്പിച്ച് അതിൽ തോക്കുന്നവരെ അജ്ഞാതവാസത്തിലേക്ക് വിടുന്ന രീതിയിലേക്ക് ഒരു എന്താ പറയുക, ഒരു സസ്പെൻഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ഗെയിമിനെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അതിനകത്ത് ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 പേർക്ക് 500 പോയിന്റ് ഉണ്ട്. അതായത് ഒരാൾക്ക് 500, മറ്റൊരാൾക്ക് 500, അങ്ങനെ 1000 പോയിന്റ് ഇവർക്കുണ്ട്. ഇവർക്ക് അത് വെച്ച് മറ്റേ പണിപ്പുര ടാസ്ക് മുഖേന ഇവർക്ക് അവരുടെ സാധനങ്ങൾ എടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർക്ക് 500 പോയിന്റ് ഉള്ളത് ഈ മറ്റു മത്സരാർത്ഥികൾക്ക് വേണമെങ്കിൽ അത് ഉപായത്തിൽ കൈക്കലാക്കാം, അല്ല എങ്കിൽ ഇവരെ സഹായിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 6 പേർക്ക് ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികളിൽ നിന്നും ഈ രണ്ട് പേരെ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പലരും അനുകൂലിക്കാനും പ്രതികൂലിക്കാനും സാധ്യതയുണ്ട്. എടുക്കുന്ന ആൾക്കാർ ഇവർക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ ഇവര് തോറ്റുപോകും. അതോടൊപ്പം തന്നെ ഇവർ ആ ഒരു അജ്ഞാതവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യാമറയില്ല, വെട്ടമില്ല, ബിഗ് ബോസുമായിട്ടുള്ള ഒരു കോൺടാക്ട് ഇല്ല. അങ്ങനെ ഒരു അജ്ഞാതവാസമായിട്ടുള്ള ഒരു സ്ഥലമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ ഈ പറയുന്ന 6 പേരും ഈ 2 പേരെ വെച്ച് സെലക്ട് ചെയ്തു. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അനീഷ് ഈ ഒരു പ്രാവശ്യം വന്നിട്ട് ഞാൻ പോകാം ആദ്യം ഞാൻ പോകാം എന്നൊന്നും പുള്ളിക്കാരൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു. ഗാർഡൻ ഏരിയ വെച്ചാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത്. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം ആദ്യം എനിക്ക് പോകണമെന്ന് റന ഫാത്തിമ പറഞ്ഞു. മറ്റു മത്സരാർത്ഥികൾ ആരും അതിന് തടസ്സം നിന്നതില്ല. അല്ലെങ്കിൽ അനീഷൊക്കെ ഞാൻ പോണോ എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ്. പക്ഷെ അനീഷ് ഒന്നും മിണ്ടിയില്ല. റന ഫാത്തിമ ആദ്യം പോകുന്നു. റന ഫാത്തിമ സെലക്ട് ചെയ്യുന്ന 2 പേര്, ഒന്ന് ജിസയിലും അതോടൊപ്പം തന്നെ ഒന്ന് ആര്യനുമാണ്. ഇവരെ 2 പേരെയുമാണ് ഈ പറയുന്ന റന ഫാത്തിമ സെലക്ട് ചെയ്യുന്നത്. കാരണം ഒരു ഗ്രൂപ്പായിട്ട് കളിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഈ പറയുന്ന ആര്യനും ജിസയിലും കളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഈ പുള്ളിക്കാരി അവരെ സെലക്ട് ചെയ്തത്. രണ്ടാമതായിട്ട് പോയിരിക്കുന്നത് നമ്മുടെ ഹോട്ട് സീറ്റ് സരികയാണ്. പുള്ളിക്കാരി സെലക്ട് ചെയ്തത് ആദിലയും നൂറയും പിന്നെ ബിന്നിയുമാണ്. അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്താ പറയുക, ഒരു ടാസ്ക് വിജയിച്ച് ഇവരെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ആണ് ഇവരത് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകം പറയണം, ഈ ആദിലൻ നൂറ എന്ന് പറയുന്നത് 2 പേരാണ്. പക്ഷേ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കരുതുന്നത്. അത് ഒരു ബലം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കും അവരത് സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു. മൂന്നാമത് പോയത് നമ്മുടെ സാബു ആണ്, ഓനിയൻ സാബു. പുള്ളിക്കാരൻ സെലക്ട് ചെയ്തത് അക്ബറിനെയും അതോടൊപ്പം തന്നെ ഷാനവാസിനെയുമാണ്. ഈ അക്ബറുമായിട്ട് പൊരിഞ്ഞൊരു വഴക്കുണ്ടായതാണ്. രാവിലെ തെറിവിളിയും കാര്യങ്ങളൊക്കെ കൊണ്ട് മാവൂട്ടിയൊക്കെ വിളിച്ചതാണ്. എന്നിട്ട് പോലും ഈ അക്ബറിനെയും അതോടൊപ്പം തന്നെ ഷാനവാസിനെയും ഈ പറയുന്ന സാബു സെലക്ട് ചെയ്തു. ഇവർക്ക് വേണ്ടി കളിക്കും, ഈ പുള്ളിയെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് പോയത് അനീഷാണ്. അനീഷ് പോയി ശരത്തിനെയും, അപ്പാനി ശരത്തിനെയും അതോടൊപ്പം തന്നെ അനുമോളെയുമാണ് സെലക്ട് ചെയ്തത്. ഈ അപ്പാനി ശരത്ത് ആ വീടിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ അനീഷിനെയാണ്. ആ പുള്ളിയെ തന്നെയാണ് ഈ പറയുന്ന അനീഷ് സെലക്ട് ചെയ്തത്. ഇതിന്റെ അകത്ത് ഒരു ഗെയിം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്ങനെങ്ങാണോ ഈ പറയുന്ന അനീഷിനെ ചതിച്ച് ഈ ശരത്തും കാണാൻ പുറത്താക്കിയെങ്കിൽ അത് വേറൊരു രീതിയിലേക്ക് കളി ചേഞ്ച് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അനീഷ് അവിടെ സെലക്ട് ചെയ്തത്. ഇല്ല എങ്കിൽ അവിടെ സെലക്ട് ചെയ്യാൻ വേറെ മത്സരാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ സെലക്ട് ചെയ്യാനാണ് സാധ്യത. എന്തായാലും അത് നമുക്കൊന്ന് നോക്കണം. അതായത് കാത്തിരുന്നിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വന്നത് കലാഭവൻ സാരികയാണ്. പുള്ളിക്കാരി വന്നിട്ട് നെവിനെയും അതോടൊപ്പം തന്നെ അഭിലാഷിനെയും സെലക്ട് ചെയ്തു. ഓക്കെ, അവര് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കും, അവർക്ക് വിശ്വാസമുണ്ട്. അവർ ഒരിക്കലും ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരിക്കലും ഈ പറയുന്ന കലാഭവൻ സരികയെ ചതിക്കാനായിട്ട് ചാൻസ് ഇല്ല. പിന്നാണ് നമ്മുടെ നായിക അവിടേക്ക് വരുന്നത്. പിന്നെ ഏറ്റവും അവസാനമാണ് പുള്ളിക്കാരി എത്തുന്നത്. കാരണം എനിക്ക് ഏറ്റവും അവസാനം പോയാൽ മതി എന്നുള്ള ഒരു ഇതുകൊണ്ടാണോ, അതൊരു ഉത്സാഹമില്ലായ്മയാണോ എന്ന് അറിയത്തില്ല. ഇടയ്ക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരിയാണ് അവസാനം എത്തുന്നത്. പുള്ളിക്കാരി എത്തിയെ പറഞ്ഞിരിക്കുന്നത് ബിൻസിയും അതോടൊപ്പം തന്നെ ശൈത്യയുമാണ്. ഈ 2 പേരെ നോക്കുകയാണെങ്കിൽ ഇതില് ബിൻസി കുറച്ചുകൂടെ ഒരു സ്മാർട്ട് ആണ് എങ്കിലും ഈ പുള്ളിക്കാരി ചതിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബിൻസിയുടെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് ചതി എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ശൈത്യ ചതിക്കത്തില്ല, പക്ഷെങ്കിൽ പുള്ളിക്കാരി ഗെയിമിൽ കുറച്ച് പുറകിലാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അജ്ഞാതവാസത്തിലേക്ക് പോകാനായിട്ട് ഈ പുള്ളിക്കാരിയുടെ പേര് വീഴുമോ എന്ന് ഒരു സംശയമുണ്ട് കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഈ പുള്ളിക്കാരി ടാസ്ക് കളിക്കുമായിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരി പുറത്തു പോയേനെ. അപ്പോഴത്തേനും ബിഗ് ബോസ് ചുവട് മാറ്റി. ബിഗ് ബോസിന് അറിയാം രണാസുനയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് മറ്റേതാ വെളിയിൽ കിടന്ന് ഈ അടി ഉണ്ടാക്കുന്നത് കിട്ടത്തില്ലല്ലോ, PR വർക്കിന്റെ കളി കൂടുതൽ കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം കളി ഒന്നും മാറ്റി പിടിച്ചു. ഇപ്പോൾ ഇവർക്ക് 2 പേർക്കും എന്ത് പറയുക, ഇവിടേക്ക് പോകാം, അജ്ഞാതവാസത്തിലേക്ക് പോകാം. അപ്പൊ ആ അജ്ഞാതവാസത്തിലേക്ക് പോകുന്നതിൽ ഒരാള് ചിലപ്പോൾ
ഈ രണാസുന ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം നമുക്ക്. ഇനി അവിടെ പോയിട്ട് പേനും പറക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. എന്തായാലും ബിഗ് ബോസ് അതാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതാണ് അവർക്ക് പറ്റിയ ഒരു സംഭവം. അത് ഒരു പറ്റിയ സ്ഥലവും അത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഇരുട്ടത്ത് പേനെ പറക്കിയാലും ആരും അറിയത്തില്ല. അതുകൊണ്ട് അവിടെ പോയിരുന്ന് ഇങ്ങനെ പേൻ നോക്കി ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. എന്തായാലും ഇവർക്ക് വേണ്ടി കളിക്കാൻ വരുന്ന ആ രണ്ടുപേര് നല്ല രീതിയിൽ കളിച്ചാൽ ഇവർക്ക് അജ്ഞാതവാസം ഒഴിവാക്കാനായിട്ട് പറ്റും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തുവായാലും മിഡ് വീക്ക് എവിഷൻ വിട്ട് ഇപ്പോൾ ഒരു അജ്ഞാതവാസത്തിലേക്ക് ഈ ഒരു ഗെയിമിനെ ചേഞ്ച് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. രേണുവിന്റെ കഥ എന്താകുമോ എന്തോ. അടുത്തൊരു വീഡിയോയുമായി കാണാം.